നമ്മളുടെ ഗ്രാമം നമുക്കറിയാം. അന്തിക്കാട് എന്ന് പറയുന്ന ഗ്രാമം ഒരുപാട് ചരിത്ര സ്മൃതികൾ ഉറങ്ങുന്നൊരു നാടാണ്. വളരെ രാഷ്ട്രീയമായും പുരോഗമനപരമായും കലാപരമായും വലിയ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായ ഒരു ഗ്രാമമാണ് അന്തിക്കാട്. ആ അന്തിക്കാട് പഠിച്ചു വളർന്ന കുട്ടികളാണ് ഈ വേദിയിൽ ബഹുഭൂരിപക്ഷവും. ഈ നാട്ടിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം 50-ൽ താഴെ സിനിമ നാടക പ്രവർത്തകരുണ്ടെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുവാൻ വേണ്ടി കഴിഞ്ഞത്. നമ്മളൊരു വലിയ സീരിയസ് ആയിട്ടുള്ള വളരെ താത്വികമായിട്ടുള്ള ഒരു സെമിനാർ എന്ന അർത്ഥത്തിലല്ല ഇത് സംഘടിപ്പിച്ചത്. എന്തുകൊണ്ട് അന്തിക്കാട് മാത്രം ഒരു ഗ്രാമത്തിൽ നിന്ന് മാത്രമായി ഇത്രയധികം സിനിമാ നാടക പ്രവർത്തകർ ഉണ്ടായി എന്ന കൗതുകമാണ് ഈ സെമിനാറിലേക്ക് ഞങ്ങളെ വഴി തെളിയിച്ചത്. നമുക്കറിയാം, ഒട്ടനവധി സിനിമാ പ്രവർത്തകർ കഴിഞ്ഞ വർഷം അന്തരിച്ച ശ്രീ വാസുവേട്ടൻ, കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ വർഷത്തെ നമ്മളുടെ കുടുംബസംഗമത്തിന് നമ്മളുടെ വേദിയിൽ വന്നെന്ന് ഷൈജേട്ടനാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. വാസുവേട്ടൻ ഇന്ന് കൂടെയില്ല. നമ്മളുടെ കാരണവരായ സിനിമാ പ്രവർത്തകരിൽ ഒരാളാണ് അന്തിക്കാട്ടിൽ നിന്നും ഉള്ള വാസുവേട്ടൻ. ആ വാസുവേട്ടനെ അനുസ്മരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ സെമിനാർ ആരംഭിക്കുന്നത്. മലയാള സിനിമ ലോകത്തിലേക്ക് അന്തിക്കാടിനെ കൈപിടിച്ചുയർത്തിയ യശസ്വരീനായ ശ്രീ വാസുദേവൻ അന്തിക്കാടിൻ്റെ ഓർമ്മകൾ, ശ്രീ വാസുദേവൻ അന്തിക്കാട് വാസുവേട്ടൻ, പലരും അത് വാസുദേവൻ അന്തിക്കാട് എന്ന് പറയുന്ന വേറൊരു മാധ്യമ പ്രവർത്തകരും ഉണ്ട്. അപ്പോൾ അത് ധരിക്കുന്ന കാര്യം വാസുദേവൻ അന്തിക്കാട് എന്ന് പറയാറില്ല. അത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ആ കാര്യത്തിൽ വല്ല അശ്രദ്ധയുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകും. ആ വാസുവേട്ടനെ ഇവിടെ സ്മരിച്ചുകൊണ്ട് ഈ പരിപാടി ആരംഭിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഒരു നിമിഷം എണീറ്റ് നിന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ പരിപാടി ആരംഭിക്കാം. അന്തിക്കാട്സിൻ്റെ 33-ാം വാർഷികവുമായി ബന്ധപ്പെട്ടാണ് ഈ സെമിനാർ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സത്യേട്ടൻ വാസുദേവൻ അന്തിക്കാട് കഴിഞ്ഞാൽ പിന്നെ അന്തിക്കാട്ടത്തെ മുതിർന്ന സിനിമാ പ്രവർത്തകനാണ് സത്യൻ അന്തിക്കാട് എന്ന് സത്യേട്ടൻ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വ്യാപൃതനായിരിക്കുന്നതിനാൽ അദ്ദേഹത്തിന് ഈ പരിപാടിയിലേക്ക് ചേരുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ പരിപാടിക്ക് ഉണ്ടാകുമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. സത്യേട്ടൻ്റെ അഭാവത്തിൽ മലയാള സിനിമയിലേക്ക് അന്തിക്കാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തെ അടയാളപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ മലയാളികളുടെ ഇടയിലേക്കും, അല്ലെങ്കിൽ ഞാൻ മുൻപ് അന്തിക്കാട്സിൻ്റെ ഒരു പരിപാടി UAE നടക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ തന്നെ നമ്മൾ പല കമ്പനികളിൽ ജോലി ചെയ്യും, അല്ലെങ്കിൽ പല ആളുകളെയും കുറിച്ച് ചോദിക്കും. 3 കാര്യങ്ങളാണ് അന്തിക്കാടിനെ കുറിച്ച് പറയുക. വളരെ വലിയ ആളുകൾ, കാരണന്മാർ, കുറച്ച് പ്രായമായ ആളുകൾ, അല്ലെങ്കിൽ കുറച്ച് രാഷ്ട്രീയ ബോധമുള്ള ആളുകൾ പറയും ഇത് കമ്മ്യൂണിസത്തിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ നാടാണ് അന്തിക്കാട് എന്ന് പറയും. ചില ആളുകൾ തമാശയ്ക്ക് വേണ്ട പറയും നമ്മൾ ലഹരിക്കെതിരെ ഒരു വലിയ പ്രഭാഷണം നടത്തി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഞാൻ പറയുന്നത്. പക്ഷേ ഇത് ലഹരിയുമായി ആണെങ്കിലും അന്തിക്കാട് അറിയപ്പെടുന്നത് നമ്മളോട് പറയും നിങ്ങളുടെ നാട്ടിൽ നല്ല കള്ള് കിട്ടും അല്ലേ എന്ന് പറയും. നമ്മൾ നാട്ടിൽ പ്രവാസ ലോകത്തൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് പുറമെയുള്ള ജില്ലകളിൽപ്പെട്ട ആളുകൾ പറയും നിങ്ങളുടെ നാട്ടിൽ വന്നാൽ നല്ല കള്ള് കിട്ടും എന്ന് പറയും. അത് ഇതാണ് അന്തിക്കാടിൻ്റെ ചില ഐഡൻറ്റിറ്റികളാണ്. ചില ആളുകൾ പറയും അന്തിക്കാട് എന്ന് പറയുമ്പോൾ അത് സത്യേട്ടൻ്റെ നാടല്ലേ, സത്യൻ അന്തിക്കാടിൻ്റെ നാടല്ലേ എന്ന് ചോദിക്കും.
അങ്ങനെ ഒരുപാട് സിനിമാ പ്രവർത്തകർ ഉള്ള ഒരു ഗ്രാമത്തിൽ സത്യേട്ടൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഈ പരിപാടിയിലേക്ക് സത്യേട്ടൻ ഇല്ലെങ്കിൽ കൂടിയും അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്നേഹോഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മറ്റൊരു വ്യക്തി നാടക സിനിമ രംഗത്ത് നാടക പ്രവർത്തനങ്ങളിലൂടെ തൻ്റെ കലാപ്രവർത്തനം ആരംഭിച്ച് സിനിമയിലും അതുപോലെ തന്നെ നാടകത്തിലും അന്തിക്കാട് ഇപ്പോൾ തന്നെ നമുക്ക് വലിയ ഒരു നാടക ട്രൂപ്പ് സംഘടിപ്പിച്ചുകൊണ്ട് നാടക പ്രവർത്തനവും സിനിമാ പ്രവർത്തനവും ഒരുപോലെ പ്രാധാന്യത്തോടെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ഷൈജു അന്തിക്കാട്. അദ്ദേഹത്തെ നമ്മളുടെ പരിപാടിയിലേക്ക് അദ്ദേഹം എറണാകുളത്ത് നിന്ന് ഒരു സിനിമയുടെ ഡിസ്കഷനുമായിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞു വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, വരണം എന്ന് പറഞ്ഞപ്പോൾ വളരെ സ്നേഹത്തോടെ ഈ പരിപാടിയിൽ വരാം എന്ന് അറിയിച്ച ശ്രീ ഷൈജു അന്തിക്കാടിനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. സജീവൻ അന്തിക്കാട് നമുക്കറിയാം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് സജീവൻ അന്തിക്കാട്. അദ്ദേഹവും മലയാള സിനിമ ലോകത്തിലേക്ക് അന്തിക്കാടിനെ അടയാളപ്പെടുത്തിയ വ്യക്തിത്വങ്ങളിലൊന്നാണ്. സജീവൻ അന്തിക്കാടിനെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ദീപു അന്തിക്കാട് സത്യൻ അന്തിക്കാടിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ്. അദ്ദേഹം ഈ പരിപാടിയിൽ വരാമെന്ന് ഏറ്റിരുന്നു. പക്ഷെ ചിലപ്പോൾ എത്തിയേക്കാം. എങ്കിലും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ദീപു അന്തിക്കാടിനെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ശ്രീ സജീൻ ചെറുകയിൽ അദ്ദേഹം തിരക്കഥാകൃത്താണ്. അതുപോലെ തന്നെ മലയാളത്തിൽ പുതിയ ന്യൂ ജനറേഷൻ സിനിമകളിൽ ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു നടനാണ്, നമ്മുടെ അന്തിക്കാട്ടുകാരനാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ചാക്കോ ഡി അന്തിക്കാട്, ചാക്കോ മാഷ് എന്ന് നമ്മൾ പറയും. നമ്മുടെ നാട്ടിൽ ആദ്യമൊക്കെ തന്നെ ഇംഗ്ലീഷ് അധ്യാപനം നടത്തിയിരുന്ന വ്യക്തിയാണ്. മലയാള നാടക രംഗത്ത് വളരെ സീരിയസ് ആയിട്ട് നാടകങ്ങളെ സമീപിക്കുകയും നാടകവുമായി ബന്ധപ്പെട്ട് കുറച്ച് പുസ്തകങ്ങളും അതുപോലെ തന്നെ നാടക സംവിധാനവും ഏകാംഗ നാടകവും ഒക്കെ തന്നെ ചെയ്തുകൊണ്ട് കൊറോണ കാലത്ത് അദ്ദേഹം ദിവസവും ഒരു നാടകം ചെയ്തുകൊണ്ട് മലയാള നാടക രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയ വളരെ ഉള്ളൊരു വ്യക്തിത്വമാണ്. ശ്രീ ചാക്കോ ഡി അന്തിക്കാടിനെയും ഈ വേദിയിലേക്ക് നമുക്ക് എല്ലാവർക്കും വേണ്ടി സഹർഷം സ്വാഗതം ചെയ്യുന്നു. പ്രമോദ് പടിയൊക്കെ എൻ്റെ സുഹൃത്താണ്, നാട്ടുകാരനാണ്. അദ്ദേഹം TV അവതാരകനായും അതുപോലെ തന്നെ വാർത്താ വായനയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഗാനമേളകൾ അതുപോലെ തന്നെ സിനിമകളിലൊക്കെ തന്നെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വളർന്നു വരുന്ന കലാകാരനാണ്. ശ്രീ പ്രമോദ് പടിയത്തിനെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ശ്രീ വൈശാഖ് അന്തിക്കാട് നാടകരംഗത്തും അതുപോലെ തന്നെ സിനിമാ രംഗത്തും പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹം ഏതാനും ഇത്തിരി വൈകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇരിങ്ങാലക്കുടയിൽ കൊടുങ്ങല്ലൂരും മറ്റും അദ്ദേഹം ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് പോയിരിക്കുകയാണ്. കുറച്ച് വൈകിയാലും അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീ വൈശാഖൻ അന്തിക്കാടിനെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. സുർജിത്ത് സിനിമ നടനാണ്. വളരെ സീരിയസ് ആയിട്ട് ചാർലി എന്ന് പറയുന്ന സിനിമയിലൊക്കെ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച വ്യക്തിത്വമാണ് ഈ സുർജിത്ത്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല, വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ സുർജിത്തിനെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ശ്രീവത്സൻ അന്തിക്കാട് നാടകരംഗത്തും അതുപോലെ തന്നെ സിനിമാ രംഗത്തും കലാരംഗത്തൊക്കെ തന്നെ രാഷ്ട്രീയ രംഗത്തൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ്. നമ്മുടെ സജീവേട്ടൻ്റെ സിനിമകൾക്ക് വേണ്ടി ആർട്ട് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. ആർട്ട് ഡയറക്ടറായിട്ട് സിനിമകളിൽ പ്രവർത്തിക്കുന്ന ശ്രീവത്സൻ അന്തിക്കാടിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. സമീർ അന്തിക്കാട് നമ്മുടെ അന്തിക്കാട് കുടുംബത്തിൻ്റെ ഭാഗമാണ്. സമീർ അന്തിക്കാടിൻ്റെ ജ്യേഷ്ഠൻ നമ്മളുടെ അംഗമാണ്. സമീറിൻ്റെ ഹക്കിക്ക നമ്മളുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. സമീർ അന്തിക്കാട് സിനിമാറ്റോഗ്രാഫറാണ്. ഒരുപാട് സിനിമകൾക്ക് വേണ്ടി ക്യാമറ ചലിപ്പിച്ച വളരെ തനതായ രീതിയിൽ ക്യാമറ ചലിപ്പിച്ച
വ്യക്തിത്വമാണ് ശ്രീ സമീർ അന്തിക്കാട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ശ്രീ സിറിൽസൺ, അദ്ദേഹം ഒരു ഗവൺമെൻറ് തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. എങ്കിൽ കൂടിയും ആ സിനിമയോടുള്ള ഒരു അഭിനിവേശത്തിൻ്റെ ഭാഗമായി 2-3 സിനിമകളല്ല ഷോർട്ട് ഫിലിമുകൾ, കുറച്ചധികം ഷോർട്ട് ഫിലിമുകൾ നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ പാട്ടം എന്ന് പറയുന്നതും അതുപോലെ തന്നെ അവസാനത്തെ മോഷണം നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ 2 ഷോർട്ട് ഫിലിമുകളാണ്. വളരെ ചെറിയ സമയം മാത്രമുള്ള ഈ 2 ഷോർട്ട് ഫിലിമുകൾ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ആ സിനിമകൾ സംവിധാനം ചെയ്ത ശ്രീ സിറിൽസൺ അവരുകളെ അന്തിക്കാട്സിന് വേണ്ടി ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ജയ്മോൻ അന്തിക്കാട്ടെ മുന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്നു. നമ്മുടെ നാട്ടുകാരനാണ്. നാടകരംഗത്താണ് അദ്ദേഹം കൂടുതൽ പ്രവർത്തിക്കുന്നത്. ഒരുപാട് തെരുവ് നാടകങ്ങൾ രചിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചില സിനിമകളിലും ഷോർട്ട് ഫിലിമുകളിലും, ചെറിയ സിനിമ എന്ന് പറയുന്നത് മോശം സിനിമ എന്നല്ല, ഷോർട്ട് ഫിലിം എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. അങ്ങനെ ഷോർട്ട് ഫിലിമുകളിലും അതുപോലെ തന്നെ മറ്റും അഭിനയിച്ചിട്ടുണ്ട്. ശ്രീ ജയ്മോൻ അന്തിക്കാടിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ദുഫൈൽ അന്തിക്കാട് പ്രവാസിയാണ്. പ്രവാസികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ആ ഷോർട്ട് ഫിലിം കടലാഴം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം, അത് നമ്മൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ആ കടലാഴം പോലെയുള്ള ഒരുപാട് ഷോർട്ട് ഫിലിമുകളുടെ നിർമ്മാതാവ്, അതുപോലെ തന്നെ സിനിമാ രംഗത്ത് വലിയ അഭിനിവേശത്തോടു കൂടി സിനിമ നിർമ്മിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രവാസിയാണ്. ആ പ്രവാസിയായ ശ്രീ ദുഫൈൽ അന്തിക്കാടിനെ ഈ വേദിയിലേക്ക് കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇവിടെ പങ്കെടുക്കുന്ന സിനിമ നാടക പ്രവർത്തകരിൽ പ്രവാസിയായ ഒരേ ഒരാളുള്ളത് അത് ശ്രീ ദുഫൈൽ അന്തിക്കാടാണ്. ദുഫൈൽ അന്തിക്കാടിനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി അന്തിക്കാട്സിൻ്റെ ഈ സെമിനാറിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇനിയും ഒരുപാട് ഈ സെമിനാറിൻ്റെ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ആളുകൾ അറിയിച്ചു. കാരണം ഇനിയും ഒരുപാട് ആളുകളുണ്ട്. ആരെയും മനഃപൂർവ്വമല്ല വിട്ടുപോയത്. സുനിൽ സി മേനോൻ, നമ്മൾ ഇന്നും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തിരുന്നു. അദ്ദേഹം വിശാഖപട്ടണത്തിലൊരു സിനിമയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ്. ഇതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് സിനിമാ പ്രവർത്തകർ ഉള്ള ഒരു നാടാണ്. ഇവിടെ നമ്മൾ ഈ സെമിനാർ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്തുകൊണ്ട് അന്തിക്കാട് നിന്നും ഇത്തരം സിനിമാ പ്രവർത്തകരും നാടക പ്രവർത്തകരും ഇത്രമാത്രമുണ്ടായി. ആ അനുഭവങ്ങൾ അവരിവിടെ പങ്കുവയ്ക്കലാണ്. അല്ലാണ്ട് വലിയ ഒരു ചർച്ചയോ ഒരു വിവാദമോ അല്ലെങ്കിൽ ഒരു ഇതല്ല. വളരെ ലളിതമായി നമ്മളുടെ കുട്ടികൾക്ക് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകുന്ന രീതിയിൽ എങ്ങനെയാണ് നാടകരംഗത്തേക്ക് എത്തിച്ചേർന്നത്, എങ്ങനെയാണ് സിനിമാ രംഗത്തേക്ക് എത്തിച്ചേർന്നത് എന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇവിടെ പ്രതിപാദിച്ചുകൊണ്ട് നമുക്ക് പരിപാടി, കാരണം കുട്ടികൾ 2 മണിക്ക് വന്നിരിക്കുന്നതാണ്. എല്ലാവർക്കും വടയും ചായയൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒക്കെ വിശപ്പൊക്കെ മാറിയാൽ അപ്പോൾ നമുക്ക് പരിപാടി ആരംഭിക്കണം. കാരണം നമ്മുടെ കുട്ടികൾക്ക് അവസാനിപ്പിക്കണം, നമ്മുടെ കുട്ടികൾക്ക് മൊമെൻ്റോ കൊടുക്കണം. അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന നമ്മളുടെ വിദ്യാർത്ഥികൾ, ഇത് കഴിഞ്ഞാൽ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങുണ്ട്. അന്തിക്കാട് ഹൈസ്കൂളിൽ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് A+ നേടിയ കുട്ടികൾ, അതുപോലെ തന്നെ LSS, JSS തുടങ്ങിയ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയാണ് ഇവിടെ എത്തിച്ചേർന്നിരുന്നത്. അവിടെ രക്ഷകർത്താക്കളുണ്ട്, നാട്ടുകാരുണ്ട്, അന്തിക്കാട്സിൻ്റെ മെമ്പർമാരുണ്ട്. എല്ലാവരെയും ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി നമ്മുടെ കൺവീനർ ശ്രീ ജിനേഷ് അവറുകളെ ക്ഷണിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. രാജീവ് വളരെ വ്യക്തമായി തന്നെ ഇവിടെയുള്ള എല്ലാവരെയും പരിചയപ്പെടുത്തി. നമുക്കെല്ലാവർക്കും എന്താ പറയുക, സിനിമ അല്ലെങ്കിൽ നാടകരംഗത്തോടുള്ള പ്രത്യേകിച്ചൊരു എന്താ പറയുക ഒരു ഇഷ്ടം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 രംഗവും നമ്മളുടെ ജീവിതത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന
പ്രൊഫഷണലുകളാണ്, രംഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ ഈ ഒരു വേദിയിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മളിവിടെ എത്തിച്ചിട്ടുള്ളത്. നമ്മുടെ പലർക്കും ഇവിടെ എത്തിച്ചേർന്നുള്ള പലർക്കും അറിയില്ല, ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊക്കെയും നമ്മുടെ അന്തിക്കാട് ഗ്രാമത്തിൽ ഉണ്ടായിരുന്നോ എന്ന് പലർക്കും അറിയില്ല. അപ്പം ഇതിനുള്ളൊരു വേദിയാണ്. ഇതിൽ കൂടുതൽ ആളുകളെ ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ അവരുടെ പല സാങ്കേതിക കാരണങ്ങളാലും ഒരുപാട് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ വന്നവർക്ക് എല്ലാവരും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം പറയുകയാണ്. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഇവരുടെയൊക്കെയും എന്താ എക്സ്പീരിയൻസ്, ഇവരൊക്കെ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വന്നത്, അതിനുശേഷം അവർ നേരിട്ട പ്രതിസന്ധികളും അവർ നേരിട്ട അവർ നേടിയെടുത്ത വിജയങ്ങളും ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ചെറിയ ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ചെറിയൊരു വിവരണമായിരിക്കും നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അത് നിങ്ങൾക്കും അടുത്ത തലമുറയ്ക്കും ഒരു പ്രചോദനമാവട്ടെ. നമുക്ക് ആദ്യമായി വിളിക്കാം ഷൈജു അന്തിക്കാട്. ഷൈജു സംവിധായകനാണ്, നാടക സിനിമ രണ്ട് രംഗത്തും പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് ഷൈജു അന്തിക്കാട്. ഇതിലെ പൊതുവിൽ ഇപ്പോൾ നമ്മളുടെ ഈ നാടക രംഗത്ത് സിനിമാ രംഗത്തും പ്രവർത്തിക്കുന്ന ഇവിടെ പങ്കെടുത്തവർ പറയുന്നത് നമുക്കൊരു ഡിസ്കഷനായിട്ട് പോകാം. നിങ്ങൾക്ക് അവരോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അപ്പോൾ അതിനൊരു ഉത്തരം പറയാം. അപ്പം അങ്ങനെ നമുക്ക് ചോദിച്ചും കൊണ്ടും കൊടുത്തും എന്ന് പറയില്ലേ നമ്മൾ, അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഷൈജു അന്തിക്കാട് ആദ്യം 2 വാക്ക് പറയും, നിങ്ങൾക്ക് അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞ സജഷൻ നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഒരുപാട് സമയം നമ്മളിങ്ങനെ പ്രസംഗം കേട്ടിരിക്കണ്ടല്ലോ. കുട്ടികളെല്ലാവരും കുറേ പ്രസംഗങ്ങൾ കേട്ട് ക്ഷമിച്ചും ഇതൊക്കെ ആയിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംവാദം പോലെ പറഞ്ഞാൽ നല്ലതായിരിക്കും തോന്നുന്നു. ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ഈ ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഫോട്ടോസും ഈ പറഞ്ഞ പേരുകളേക്കാൾ കൂടുതൽ ആളുകൾ അന്തിക്കാട് പുറത്ത് ഉണ്ട്. പല ആളുകളും ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ പുറത്താണ് ഉള്ളത് സത്യത്തിൽ. ഓക്കെ, ശരി. അപ്പോൾ നമുക്കേറെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് നമ്മോടൊപ്പം ഇരിക്കുന്നത്. എല്ലാവരും നമ്മുടെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ. നമുക്കിതിലുള്ള ഏറ്റവും വലിയ സന്തോഷം നമ്മളെല്ലാവരും ഒന്നിച്ച് കാണുന്നു. താഴെ ഞങ്ങളൊരു മുറിയിലുണ്ടായിരുന്നു, കുറേ നേരം സംസാരിച്ചു. അപ്പോൾ പരസ്പരം കാണുന്നതിൽ എല്ലാവരും കൂടി ഒന്നിച്ച് കാണുന്നത് വളരെ സന്തോഷം ഉണ്ടായിരുന്നു. ആ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വാസേട്ടൻ, എനിക്ക് തോന്നുന്നു അന്തിക്കാട് നിന്ന് ആദ്യമായിട്ട് ഒരു സംവിധായക രംഗത്തേക്ക്, അതിനു മുമ്പ് മണി അന്തിക്കാട്, കുമാർ അന്തിക്കാട് തുടങ്ങിയിട്ടുള്ള ആളുകൾ ഉണ്ടാണ്, ശാന്തകുമാർ ഒക്കെ തുടങ്ങിയിട്ടുള്ള മാഷൊക്കെ തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ ഒരു സിനിമാ സംവിധായകൻ എന്ന രീതിയിൽ നമുക്ക് അന്തിക്കാട് നിന്ന് എന്താ പറയുക, നമുക്ക് അങ്ങനെ ഒരു വഴി ഉണ്ടായിരുന്നില്ല. പുതിയ വഴി വെട്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും പാത തെളിയിച്ച ആദ്യത്തെ അന്തിക്കാടുകാരൻ വാസേട്ടനാണ്. വാസേട്ടൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ സ്മരിക്കുന്നു. പിന്നെ ഒബ്വിയസ്ലി നമുക്കറിയാം സത്യേട്ടനാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഇൻസ്പിറേഷൻ. അപ്പം ഞാൻ എങ്ങനെയാണ് ഈ നാടക ലോകത്തേക്ക് അല്ലെങ്കിൽ സിനിമാ ലോകത്തേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്ത് പ്രകാശ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, പ്രകാശ് പള്ളത്ത്. ഇപ്പോൾ അവൻ ഗസ്റ്റാൾട്ടിലെ അധ്യാപകനാണ്. പ്രകാശ് പള്ളത്ത് ഒരു സ്ക്രിപ്റ്റായിട്ട് വന്നിട്ട് പറഞ്ഞു, നാടകം ചെയ്യാൻ പോവാണ്, ആരൊക്കെയാണ് അഭിനയിക്കാനുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നാടകത്തെക്കുറിച്ചൊന്നും ഒന്നും അറിയില്ല. ഏറ്റവും ആദ്യം എഴുന്നേറ്റ് നിന്നത് ഞാനുണ്ടെന്ന് പറഞ്ഞു. എന്താ പറയുക, അങ്ങനെയാണ് നാടകത്തിലേക്ക് വരുന്നത്. അങ്ങനെ അഭിനയിക്കുന്നു. നമുക്കറിയാം
ഞാൻ അച്ഛൻ്റെ ഒരു ഡബിൾ മുണ്ടൊക്കെ 4ആയി മടക്കി ഉടുത്തൊക്കെയാണ് അന്ന് 5ാം ക്ലാസ്സിൽ സ്റ്റേജിൽ കയറുന്നത്. കയറിയപ്പോൾ തന്നെ വിട പറയും മുമ്പേ എന്നാണ് ആ നാടകത്തിൻ്റെ പേരായിരുന്നത്. ആ നാടകത്തിൻ്റെ ക്ലൈമാക്സിൽ പല തമാശകളും അല്ലെങ്കിൽ പല അബദ്ധങ്ങളും സംഭവിച്ചിരുന്നു. അതായത് അന്ന് മുതലാളി വേലക്കാരൻ അത്തരത്തിലുള്ള നാടകങ്ങളാണ് ആ സമയത്തുള്ളത്. അപ്പം ഞാൻ അതിൽ വേലക്കാരൻ്റെ വേഷമായിരുന്നു. അപ്പോൾ വേലക്കാരൻ മുതലാളിയെ വെടിവെച്ചിടുന്നു. അപ്പോൾ ഈ തോക്കിനൊരു ചെറിയ ശബ്ദമുണ്ട്, ടക്ക് എന്ന് പറഞ്ഞൊരു ശബ്ദം വരും. അങ്ങനെ വേലക്കാരൻ ലാസ്റ്റ് മുതലാളിയെ വെടിവെക്കുന്നു. അപ്പോൾ ഒരു ചെറിയ ശബ്ദം വന്നപ്പോൾ മുതലാളി മരിച്ചു വീണു. അപ്പോൾ നമ്മുടെ ചേട്ടന്മാർ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചേട്ടന്മാർ പറഞ്ഞിരുന്നു വെടിവെക്കുമ്പോൾ തോട്ടയുടെ വേറെ ശബ്ദം ഞങ്ങൾ ഇട്ട് തരാം, പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ മരിച്ചു വീണതിന് ശേഷമാണ് ആ ശബ്ദം വന്നത്. അപ്പം മുതലാളി ഒന്നുകൂടെ എഴുന്നേറ്റിട്ട് വീണ്ടും മരിച്ചു വീണു. അത് 10ാം ക്ലാസ് വരെ ഞങ്ങളുടെ ടീച്ചർമാർ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് നാടകത്തിലേക്ക് തുടങ്ങിയത്. പിന്നീട് ആ ടീച്ചേഴ്സാണ് ഞങ്ങളുടെ ഒരു ഇൻസ്പിറേഷൻ. കാരണം വെച്ചാൽ 6ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും ടീച്ചേഴ്സ് ഞങ്ങളോട് ചോദിച്ചു ഇത്തവണ നാടകം കളിക്കുന്നില്ലേ. അപ്പം അവരുടെ ചോദ്യത്തിലും അവരുടെ നിർബന്ധത്തിലാണ് നമ്മൾ വീണ്ടും 6ാം ക്ലാസ്സിൽ നാടകം കളിക്കുന്നത്. അപ്പം 7ാം ക്ലാസ്സൊക്കെ എത്തുമ്പോഴേക്കും എനിക്ക് തോന്നി അല്ല നമുക്ക് സ്വന്തമായിട്ടൊരു നാടകം എഴുതി കളിച്ചുകൂടെ എന്നൊക്കെ തോന്നി. കാരണം വെച്ചാൽ ഞാൻ ആ സമയത്ത് ഇവിടെയുള്ള പൂരപ്പറമ്പിലെ നാടകങ്ങളൊക്കെ കാണാൻ പോകാറുണ്ട്. പ്രത്യേകിച്ച് അവണങ്ങാട്, കാനാടി, ഇവിടെയൊക്കെ നല്ല നാടകങ്ങൾ എൻ.എം. സാറിൻ്റെ അടക്കമുള്ള ഒരുപാട് വലിയ നാടകം, കുയിലൻ്റെ നാടകങ്ങൾ, പുത്തമ്പടി പള്ളിയിലൊക്കെ അങ്ങനെ ഒരുപാട് നാടകങ്ങൾ കാണായിരുന്നു. അങ്ങനെ നാടകത്തോട് ഭയങ്കര ഇഷ്ടം തോന്നുകയും എല്ലാ നാടകങ്ങളും കാണുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ആ സമയത്ത് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ട് നാടകം എഴുതി ഞങ്ങൾ തന്നെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണൊരു സംവിധാന ഇതിലേക്ക് കടക്കുന്നത്. അത് ഞാനവിടെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വേറെ സ്കൂളിലേക്ക് നാടകം ചെയ്യും. അന്തിക്കാട് സ്കൂൾ വരെ. ഞാൻ പുത്തമ്പടി സ്കൂളിലാണ് പഠിക്കുന്നത്. പക്ഷെ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും പഠിച്ചിരുന്നത് അന്തിക്കാട് സ്കൂളിലായിരുന്നു. എന്നെ അമ്മ സമരമില്ലാത്ത സ്കൂൾ എന്ന് പറഞ്ഞിട്ട് പുത്തമ്പടി സ്കൂളിൽ കൊണ്ട് ചേർത്തിയതാണ്. പക്ഷെ എന്നെ കൊണ്ട് ചേർത്തിയ ആ വർഷം തൊട്ട് ആ സ്കൂളിൽ സമരമാണ്. അപ്പോൾ അങ്ങനെ സംഭവം. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം അന്തിക്കാട് സ്കൂളിലായതുകൊണ്ട് ഞാൻ ഇവിടുത്തെ 9ാം ക്ലാസ്സുകാർക്ക് നാടകം സംവിധാനം ചെയ്യാൻ വന്നു. അപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് നാടകം ചെയ്തേക്കെന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ ഷെജീറൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടി 9ാം ക്ലാസ്സുകാർക്ക് വേണ്ടി നാടകം ചെയ്യുന്നു. ആദ്യമായിട്ട് അന്തിക്കാട് സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ നാടകം അവതരിപ്പിച്ച നാടകത്തിന് ഫസ്റ്റ് കിട്ടും. അങ്ങനെ സംഭവിച്ചു. അപ്പോൾ അതോടുകൂടി ഞാൻ നാടകക്കാരനായി സത്യത്തിൽ എന്താ പറയുക നാടകം ചെയ്യുന്ന ഒരാളെന്നുള്ള അർത്ഥത്തിലേക്ക് വന്നു. പിന്നെ എന്താ പറയുക അന്നത്തെ പ്രീ ഡിഗ്രിയാണ്. പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ പുത്തമ്പടി സ്കൂളിൽ വീണ്ടും നാടകം ചെയ്യുന്നു. അത് ജില്ലാതലത്തിൽ 1ാം സമ്മാനം കിട്ടും. അപ്പോൾ നമ്മുടെ ഗോപാലകൃഷ്ണ മാഷ്, സിദ്ധൻ മാഷ്, വാസം മാഷ്, വത്സൻ്റെ അച്ഛൻ വാസം മാഷ് അവരൊക്കെയാണ് ജഡ്ജസ് ആയിരുന്നത്. അപ്പോൾ ഗോപാലകൃഷ്ണനൊന്നും ഇവിടെ ഇല്ല, ഇവിടെ ഇവിടെ ഉണ്ടാവേണ്ട ഒരാളാണ് ഗോപാലകൃഷ്ണൻ. അപ്പോൾ ഗോപാലകൃഷ്ണനൊക്കെ എന്നെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കും. നാടകങ്ങൾ ചെയ്യണം, നന്നായിട്ടുണ്ട്, നാടകങ്ങൾ നല്ലതാണ്, ഡ്രാമ സ്കൂളിൽ പോകണം, പോയി ചേരണം. പക്ഷെ വീട്ടിൽ പറഞ്ഞപ്പോൾ അതൊന്നും സംഭവിച്ചില്ല. എന്താ ഡ്രാമ സ്കൂളിൽ പോകാൻ സംഭവിച്ചില്ല. നമുക്കത്ര അതിനെക്കുറിച്ച് ഇത്ര അവിടെ പോയാൽ കൂടുതൽ പഠിക്കാൻ പറ്റും, അക്കാദമിക്കലായിട്ട് പറ്റുന്നുള്ളതൊന്നും അന്ന് അറിവുണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടുകാർ അങ്ങനെ ബോംബെയിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ നേരെ ബോംബെയിലേക്ക് വിടണമെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ അച്ഛനമ്മ നിന്നിരുന്നത്. കാരണം അവിടെ എനിക്കൊരു ജോലി, സ്റ്റെനോ. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ഞാൻ ടൈപ്പ് ഷോർട്ടിൻ്റെ ഒക്കെ പഠിക്കുന്നു, അത് പാസ്സാവുന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞ വഴിക്ക് നേരെ ജോലിക്ക് പോകുന്നു. അതായിരുന്നു വീട്ടുകാരുടെ സ്വപ്നം. പക്ഷെ ഞാൻ കേരളോർമ്മയിൽ പോയി ചേരുന്നു. കേരളോർമ്മയിൽ ചെന്നപ്പോഴാണ് ചാക്കോ മാഷ് അടക്കമുള്ള ഒരുപാട് നാടകങ്ങൾ കാണാൻ തുടങ്ങുന്നത്. ചാക്കോ മാഷൊക്കെ അന്ന് നമ്മൾ വളരെ ആരാധന, ഇന്നും ഭയങ്കര ആരാധനയോടെ ചാക്കോ മാഷ നാടകങ്ങൾ നോക്കി നിന്നതാണ്. ശ്രീചേച്ചിയാണ് ഇന്ന് ചാക്കോ മാഷ നാടകത്തിന് വേണ്ടി പാട്ടൊക്കെ പാടുന്നത്. ശ്രീചേച്ചിയൊക്കെ ഗ്യാങ്ങിൽ പോകാനായിട്ട് ഞങ്ങൾ കൊതിച്ചിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ഞങ്ങൾ അവിടെ ചെന്നിരിക്കും ശ്രീചേച്ചിയുടെ പാട്ട് കേൾക്കാനൊക്കെ. കേരളോർമ്മ കാലം നാടകത്തെ എന്നെ കൂടുതൽ സീരിയസ് ആക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ആദ്യം ഷൈജു എന്നാണ് വെച്ചത്. പിന്നെ എന്തുകൊണ്ട് അന്തിക്കാടിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഡ്രാമ സ്കൂളിൽ നിന്ന് വേറൊരു ഷൈജു കൂടി പഠിച്ചിറങ്ങി. അപ്പോൾ ഏത് ഷൈജുവിൻ്റെ നാടകമാണെന്നൊക്കെ ചോദിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ വിചാരിച്ച അന്തിക്കാട് കൂടെ ചേർക്കാം. അങ്ങനെയാണ് ഷൈജു അന്തിക്കാട് എന്നുള്ള പേര് ചേർക്കുന്നത്. അങ്ങനെ പിന്നീട് നാടകങ്ങൾ എന്താ പറയുക പല സ്ഥലത്തും സമ്മാനാർഹമാകുന്നു. ഒരുപാട് സ്കൂളുകളിൽ, ഒരുപാട് കോളേജുകളിൽ, ഒരുപാട് ഗ്രാമങ്ങളിൽ നാടകവുമായിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നീട് ബാലകൃഷ്ണ മാഷാണ് എന്നെ തട്ടകം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയുടെ തിരക്കഥകളായിട്ട് മാഷാണ് എൻ്റെ നാടകത്തിലും ഗുരു. എന്നെ പ്രീ ഡിഗ്രിക്ക് ചേരുമ്പോൾ തന്നെ മാഷ് ഒരു തെരുവ് നാടകം ചെയ്യും. ആ നാടകങ്ങൾ നമ്മൾ എല്ലാ കോളേജിലും കളിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു നാടകമാണ്.
മഹാലക്ഷ്മി മാഷായിട്ടുള്ള അതാണ് കുറച്ചും കൂടെ നാടകത്തിലുള്ള പരിചയം ഉണ്ടാകുന്നത്. മാഷ് സിനിമയുടെ തിരക്കഥ എഴുതുന്നു, തട്ടകം എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുടെ തിരക്കഥ എഴുതുന്നു. മാഷനോട് ചോദിച്ചു, നീ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നുണ്ടോ ചോദിച്ചു, തിരക്കഥയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നുണ്ടോ ചോദിച്ചു. ഞാൻ ഉടനെ തന്നെ ചാടിക്കയറി പറഞ്ഞു, പിന്നെ ഞാനുണ്ട് പറഞ്ഞു. അങ്ങനെ മാഷ കൂടെ സ്ക്രിപ്റ്റിലിരിക്കുന്നു, കോപ്പി എടുക്കുന്നു. അപ്പോൾ ഈ കോപ്പിയൊക്കെ എടുത്തിട്ട് പ്രൊഡ്യൂസറൊക്കെ വരുന്ന ദിവസം നമ്മൾ ആദ്യമായിട്ട് അന്നാണ് പ്രൊഡ്യൂസർ വരുന്നു, പ്രൊഡ്യൂസറെ കാണുന്നു എന്നൊക്കെ പറയുന്ന ഒരു കാര്യം ഉണ്ടാവുന്നത്. അപ്പോൾ പ്രൊഡ്യൂസർ സ്ക്രിപ്റ്റ് കഴിക്കാൻ വരുന്നു. കല്ലട സജീവേട്ടനാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ സജീവേട്ടനും ഒരു ഗ്യാങ്ങൊക്കെ ആയിട്ട് എല്ലാവരും കൂടി വരുന്നു. ആ സമയത്ത് സ്ക്രിപ്റ്റ് പകർത്തിയത് ഞാനാണ്. അപ്പോൾ ബാലകൃഷ്ണ മാഷനോട് ആ സമയത്ത് അവരെല്ലാവരും ഇരുന്നപ്പോഴാണ് പറഞ്ഞത്, ഷൈജു സ്ക്രിപ്റ്റ് വായിച്ചു വന്നത്. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം മാഷ് വായിക്കും, കേൾക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അല്ല ഇതെല്ലാം എഴുതിയത് വായിക്കും. അങ്ങനെ ആ സ്ക്രിപ്റ്റ് ഞാൻ ആദ്യമായിട്ട് ഡയറക്ടർ മുന്നിലും പ്രൊഡ്യൂസർ മുന്നിലും മാഷിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുന്നു. അവർക്കെല്ലാവർക്കും സ്ക്രിപ്റ്റ് ഇഷ്ടമാകുന്നു, ബാലകൃഷ്ണ മാഷ് അഭിനന്ദിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ രമേഷ് ദാസ് എന്നോട് ചോദിക്കുന്നു, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കൂടെ നിൽക്കുന്നുണ്ടോ? അതാണ് സിനിമയിലേക്ക് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വരാനുള്ള ഒരു കാര്യം. അതാണ് അവിടെ നിന്ന് പിന്നെ ഞാൻ അക്കു അക്ബറിൻ്റെ സിനിമയിൽ വർക്ക് ചെയ്യുന്നു. നമ്മുടെ അനിലേട്ടൻ്റെ സിനിമയിൽ അനിൽ സിമനൊക്കെ ഇവിടെ ഉണ്ടാവേണ്ടതാണെന്ന് വന്നിട്ടില്ല, പേരൊക്കെ വയ്ക്കാൻ മറന്നുപോയിട്ടാണ്. അനിലേട്ടൻ്റെ സിനിമയിൽ വർക്ക് ചെയ്യുന്നു, പ്രിയന്തൻ്റെ സിനിമയിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ സിനിമയുടെ ഈ സിനിമയിൽ പോയിട്ടുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ ഈ അന്തിക്കാട് എന്നുള്ള പേര് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം സത്യൻ അന്തിക്കാട് ഇങ്ങനെ അങ്ങ് നിൽക്കല്. അപ്പം അന്തിക്കാടിൽ വരുന്ന ഒരാളെന്നുള്ളത് കൊണ്ട് ഭയങ്കര പ്രയോറിറ്റിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വിപിൻ ചേട്ടനൊക്കെ അക്വ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ ആണ്ടവൻ എന്ന് പറഞ്ഞ സിനിമയിൽ അപ്പോൾ അന്തിക്കാട്ടുകാരനാണ്, സൂക്ഷിച്ച പെരുമാറിക്കോ, നാളത്തെ ഡയറക്ടറാണെന്നൊക്കെ ഇങ്ങനെ അന്തിക്കാട് നിന്ന് എന്തോ വന്നാലും ഒരു ഭയങ്കര ആളാവുന്നുള്ള വെറുതെ ആളുകൾക്ക് തെറ്റിദ്ധാരണ അന്നുണ്ടായിരുന്നു. ഈ അന്തിക്കാട് എന്ന് പറയുന്നൊരു ഭയങ്കര പ്രയോറിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ഈ സത്യേട്ടനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സ്ഥലം അന്തിക്കാടാന്ന് പറയുമ്പോൾ തന്നെ സത്യേട്ടൻ്റെ അവിടെ ഇതൊക്കെ ചോദിച്ച് ആ പ്രയോറിറ്റി നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും എന്താ പറയുക, സത്യേട്ടൻ്റെ മകനാണോ ബന്ധുവാണോ എന്നൊക്കെ ചോദിക്കുന്ന തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള ആ സ്നേഹം എല്ലായിടത്തു നിന്നും കിട്ടിയിട്ടുണ്ട്. അത് അന്തിക്കാട് എന്നുള്ള പേര് അങ്ങനെയാണ് ഗുണം ചെയ്തിട്ടുള്ളത്. പിന്നെ എങ്ങനെ സ്വതന്ത്ര സംവിധായകനായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാടകമാണ് സത്യത്തിൽ. കാരണം നാടകം ഞാൻ നെടുപുഴ പോളിടെക്നിക്കിന് വേണ്ടിയിട്ട് വിമൻസ് പോളിയാണ് പോളിടെക്നിക്കിൽ ഒരു നാടകം ചെയ്തു. നാടകത്തിൻ്റെ പേര് ചില തീരെ ചെറിയ സ്വപ്നങ്ങൾ എന്നാണ് ആ നാടകത്തിൻ്റെ പേര്. അപ്പോൾ ആ നാടകം ചെയ്ത നാടകത്തിൽ 1ാം സമ്മാനം നല്ല നടിയൊക്കെ കിട്ടിയതാണ്. പെൺകുട്ടികൾ മാത്രമുള്ളൊരു നാടകമാണ്. ആ നാടകം കണ്ടിട്ട് ഒരാൾ വന്നിട്ട് എന്നോട് രഘുചേട്ടൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എപ്പോഴെങ്കിലും സിനിമ ചെയ്യുകയാണെങ്കിൽ ആ സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, ഓക്കെ സ്വതന്ത്രമായിട്ടൊരു സിനിമ ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ഷേക്സ്പിയർ എം എ മലയാളം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായത്. ഞാൻ ഷാജി കൂടിയിട്ടാണ് അത് സംവിധാനം ചെയ്തത്. അപ്പോൾ അങ്ങനെ ഷേക്സ്പിയർ എം എ മലയാളം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാവുന്നു. അങ്ങനെ അതൊക്കെയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കണം. ഉണ്ടാവും. സജീവൻ അന്തിക്കാട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും ഒക്കെ ഒന്ന് പങ്കുവയ്ക്കുക. എനിക്ക് വളരെ കുറച്ച് അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഒരു സിനിമയിൽ സഹസംവിധായകനായിട്ടോ മറ്റല്ലെങ്കിൽ ആർട്ട് ഡയറക്ടറായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു തരത്തിലുള്ള ബന്ധവും ഉണ്ടായിരുന്നില്ല ആ സിനിമയിൽ വരുമ്പോൾ. പക്ഷെ സിനിമയിലെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് സത്യേട്ടൻ്റെ വീടിൻ്റെ പടിഞ്ഞാറ് വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. വളരെ ചെറുപ്പം തൊട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനായിരുന്നു. അദ്ദേഹം പാട്ട് എഴുതി, ആദ്യം പാട്ടുകളാണ് എഴുതിയിരുന്നത്, നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പം അത് പാട്ട് എഴുതാൻ പോകുമ്പോൾ ഞാൻ അന്നാണ് മനസ്സിലാക്കുന്നത് ഈ പാട്ട് എഴുതിയിട്ടല്ല സംഗീതം കൊടുക്കുന്നതെന്ന്. അദ്ദേഹം കുറേ സംഗീതം മാത്രമായിട്ട് കൂടെ കൊണ്ടുവരും. അപ്പോൾ അതൊക്കെ അവിടെ ടൈപ്പ് റെക്കോർഡിലിട്ട് നമുക്കൊക്കെ കേൾപ്പിച്ചു തരും. അതിനനുസരിച്ച് വരി എഴുതി ഉണ്ടാക്കണം. അങ്ങനെയാണ് അദ്ദേഹം ചെയ്തിരുന്നത്. ഞങ്ങൾ ഒരു 13 വയസ്സിൻ്റെ വ്യത്യാസമുള്ളത്. തൊട്ട് പടിഞ്ഞാറ് വീടായിരുന്നു. ഒരേ സാമ്പത്തിക സ്ഥിതിയുള്ള വീട്ടുകാരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ഭയങ്കര അടുപ്പായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ശരിക്കും നമ്മളുടെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നത്. എൻ്റെ തൊട്ട് പടിഞ്ഞാറ് വീട്ടിൽ കുറേ സിനിമക്കാരുണ്ടായിരുന്നു. അന്തിക്കാട് നമ്മൾ
ഇപ്പം മാത്രമൊന്നല്ല, വളരെ മുമ്പ് സിനിമയുടെ ഒരു നാട് തന്നെയാണ് അത്. ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാടൂർ ഗോപാലകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ മകളും സുജാത, അവരും സിനിമക്കാരായിരുന്നു. അത് അവരെൻ്റെ പടിഞ്ഞറവിടെ അവര് നാടൻ പ്രേമം എന്ന് പറഞ്ഞ പടം ഷൂട്ട് ചെയ്യുന്ന എനിക്ക് അതിൻ്റെ ഓർമ്മയുണ്ട്. സൂര്യദാഹം എന്ന് പറഞ്ഞിട്ട് മോഹൻ എന്ന് പറഞ്ഞ സംവിധായകൻ മോഹനെ കൊണ്ട് അവര് സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇന്നസെന്റ് ഒക്കെ ആദ്യമായിട്ട് സിനിമയിൽ അതിലാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ നാട്ടിൽ വെച്ചാണ് അത് ഷൂട്ട് ചെയ്തത്. പാന്തോടിന്റെ കിഴക്ക് ഭാഗത്തുള്ള കോഴിപ്പറമ്പിൽ ഒരു വലിയ ബംഗ്ലാവ് പോലുള്ള വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ വെച്ചാണ് അത് ഷൂട്ട് ചെയ്തത്. അത് 70കളിലാവുന്നതാണ് ഞാൻ ധരിക്കുന്നത്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിരുന്നു. സുജാത ചേച്ചിയാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യമായി ഒരു കഥ എഴുതുന്നത് സിനിമയ്ക്ക് വേണ്ടി. പാടൂരത്തെ സുജാത ചേച്ചി. അതിന് അദ്ദേഹത്തിന് അവർക്ക് സമ്മാനവും കിട്ടുകയുണ്ടായിരുന്നു. ഇന്ന് ഞാൻ സുജാത ചേച്ചിയെ കണ്ടിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അവർ നമ്മളെ വിട്ടുപോയതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല കേട്ടോ. കാരണം പറഞ്ഞാൽ പിന്നെ നിങ്ങളോടൊക്കെ ഒരു വിഷമം അവർക്ക് തോന്നുമല്ലോ എന്നുള്ളതുകൊണ്ട് എനിക്ക് ഇന്ത്യ അന്തിക്കാടിനോട് UAE അന്തിക്കാടിനോട് സ്നേഹമുണ്ട് ഞാൻ പറഞ്ഞില്ല. പക്ഷെ എനിക്കറിയായിരുന്നു ഇങ്ങനെ നമ്മൾ വിട്ടുപോയത് തന്നെയാണ് എന്നെനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ബന്ധത്തിനുള്ളിൽ നമ്മൾ സിനിമയോടൊരു താല്പര്യം വർദ്ധിച്ചു വന്നെങ്കിലും എൻ്റെ ജോലിയും ഇതല്ലല്ലോ. സിനിമ നമുക്ക് ഒരിക്കലും ഒരു ഉപജീവന മാർഗമായിട്ട് ഞാൻ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ KCB ജോലി ഉണ്ടായിരുന്നു. അതോടൊപ്പം ഇവിടെ എത്ര പേർക്ക് അറിയാത്തറിയില്ല, ഞാൻ ഇവിടെ മഹാത്മ കമ്മ്യൂണിക്കേഷൻസ് കേബിൾ TVയും ഇൻ്റർനെറ്റും നടത്തുന്ന ആൾ ഞാനാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇതിലൊന്നും വലിയ താല്പര്യം അല്ല, ഈ സിനിമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോകാനൊന്നും പറ്റിയില്ല. ഈവൻ സത്യൻ അന്തിക്കാടിൻ്റെ 50ഓളം സിനിമകൾ ഉള്ള സമയത്ത് പോലും സത്യത്തിൽ ഞാൻ കൂടെ വരട്ടെ ഒരു ഡയറക്ടറായിട്ട് എന്ന് ചോദിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പോയിട്ടില്ല, കാരണം ഞാൻ ബിസി ആയിരുന്നു. പിന്നെ 2010 ആയപ്പോഴാണ് എനിക്ക് തന്നെത്താൻ ഒരു സിനിമ ചെയ്യണമെന്ന് തോന്നി. അതെൻ്റെ ഒരു ചില ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ളൊരു സിനിമ ആയതുകൊണ്ട്, എനിക്ക് അതൊരു പ്രൊപ്പഗൻഡ സിനിമ ആയതുകൊണ്ട് എൻ്റെ ആശയങ്ങൾ പ്രൊപ്പഗൻഡ ചെയ്യുന്നതിന് വേണ്ടി ഞാനൊരു സിനിമ ഉണ്ടാക്കിയതാണ്. അങ്ങനെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്ന വത്സനോടും അവരോടൊക്കെ പറയുന്നു, എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് ആളുകളെയൊക്കെ കാണുന്നു. അങ്ങനെ എനിക്ക് പറ്റാവുന്ന നടന്മാരെയൊക്കെ വെച്ച് അന്ന് ആ സിനിമ പ്രഭുവിൻ്റെ മക്കൾ എന്ന് പറഞ്ഞ സിനിമ ഞാൻ നിർമ്മിക്കാനുണ്ടായത്. അതിൽ നമുക്ക് കലാഭവൻ മണി ചേട്ടനെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ആ സിനിമയിലേക്ക്. മധു സാറ് ഉണ്ടായിരുന്നു. മധു സാറ് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെയൊക്കെ ആ ഒരു ബന്ധത്തെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ മധു സാറിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മധു സാർ ഒരു നാടകത്തിന് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, അങ്ങനെയല്ലേ? അതെ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. മധു സാർ ഉണ്ടായിരുന്നു. പിന്നെ ശ്രീവത്സൻ നമ്മുടെ ആർട്ട് ഡയറക്ടറായിട്ട് ആ സിനിമയിലുണ്ടായിരുന്നു. പിന്നെ വേറൊരു വലിയ ഒരു നടൻ ടൊവിനോ, ചെറിയ നടൻ ടൊവിനോയാണ് നമ്മൾ കൊണ്ടുവന്ന ഒരു നടനാണ് ടൊവിനോ. അപ്പം ഇന്ന് അദ്ദേഹം വലിയൊരു നടനാണ്, സ്നേഹമുള്ളൊരു നടനാണ്, ഇപ്പോഴും കണ്ടാച്ചിരിക്കുന്ന ഒരു നടനാണ്. പിന്നെ വിനയ് ഫോർട്ടിൻ്റെ ആദ്യമായിട്ട് നായകനായത് ആ സിനിമയിലായിരുന്നു. അതുപോലെ സ്വാസിക, അവളെ ഫസ്റ്റ് നായികയാക്കുന്നത് നമ്മളാണ്. അങ്ങനെ കുറേ പ്രത്യേകതകളൊക്കെ ആ സിനിമയിൽ ഉണ്ടായിരുന്നു. ആരെ വേറെ പ്രമോദ് ഉണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് യുവ പ്രതിഭകളെ ആ സിനിമയിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സിനിമയ്ക്ക് ശേഷം പിന്നെ ആ സിനിമ ഭയങ്കര നഷ്ടമായിരുന്നല്ലോ, സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് നഷ്ടം വന്നു. അപ്പോൾ പൊതുവെ സാമ്പത്തികമായി നഷ്ടം വരുമ്പോൾ ആളുകളൊക്കെ പളങ്ങുമല്ലോ, ഞാനും പളങ്ങി. പിന്നെ ഞാൻ കുറേ നേരത്തേക്ക് തലപൊന്നിച്ചില്ല. പിന്നെ 10 വർഷം കഴിഞ്ഞ് ഒരു സിനിമ കൂടി നിർമ്മിച്ചു. മത്സരമൊക്കെ ഉണ്ടായിരുന്നു. ജോയ് മാത്യും പിന്നെ നമ്മുടെ ശ്രീദേവിയുണ്ട്. പിന്നെ നമ്മുടെ നടൻ കോട്ടയം നസീർ ഇവരൊക്കെ ആയിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഒരു പരിപാടി എന്ന് വെച്ചാൽ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി സിനിമയിലുള്ള താല്പര്യം ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. സിനിമയിൽ നിന്ന് റിട്ടയർ ചെയ്തു. കാരണം ആളുകൾ സിനിമയിൽ നമ്മളെന്തെങ്കിലും അടയാളപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ സിനിമയിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ സിനിമയൊന്നും എനിക്ക് വലിയ എൻ്റെ തലയിൽ ഇപ്പോഴൊന്നും ഓടുന്നില്ല. ഇങ്ങനെ വല്ലപ്പോഴും ചെയ്ത സിനിമയുടെ പേരിൽ ആരെങ്കിലുമൊക്കെ ഇതുപോലെ വിളിക്കുകയാണെങ്കിൽ വരാനും സംസാരിക്കാനും നിങ്ങളെയൊക്കെ കാണാനും ഒക്കെ സന്തോഷമുള്ള കാര്യമാണ്. ഇത്ര മാത്രമേ ഉള്ളൂ പറയാനുള്ളൂ.
നമ്മുടെ കുറച്ച് കുട്ടികൾക്ക് 5 മണിക്ക് എന്താ ട്യൂഷൻ ഉണ്ടോ എന്ന് പറഞ്ഞു. എത്ര പേരുണ്ട് 5 മണിക്ക് ട്യൂഷനുള്ള കുട്ടികൾ? ഇത് പോണോ ട്യൂഷന്? തുടങ്ങാല്ലേ നമുക്ക്? ട്യൂഷന് പോണോ? ഇന്ന് ട്യൂഷൻ ഉണ്ടാ 5 മണിക്ക്? ആ, കുറച്ച് പേർക്ക് 5 മണിക്ക് ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടികളൊന്നും അങ്ങോട്ട് വരാം. സച്ചിൻ ചെറുകയിൽ പറയും നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാം. ട്യൂഷന് പോകാനുള്ള കുട്ടികളൊന്നും ഇവിടേക്ക് തയ്യാറായി വന്നാൽ നമുക്ക് അവർക്ക് മൊമെൻ്റ് കൊടുക്കാം കേട്ടോ. ട്യൂഷനൊന്ന് പോണം ശരിക്കും. അല്ല, ഞാൻ സജീവൻ ചേട്ടനോട് ഒരു കാര്യം, ഞാൻ വിനയ് ഫോർട്ട് എന്നെ എപ്പോൾ കണ്ടാലും എന്നെ പറയും അന്തിക്കാട് എന്ന് വിളിച്ചിട്ടാണ് സംസാരിക്കുക. ആൾ അന്തിക്കാട് ഇവിടെ വന്ന് ഇവിടെ താമസിച്ച വിശേഷങ്ങളൊക്കെ പറയാറുണ്ട്, പ്രഭുവിൻ്റെ മക്കൾ എന്ന് പറയുന്ന സിനിമയായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ഞാൻ കോഴിക്കോടായിരുന്നു. സാഹസം എന്ന് പറയുന്ന ഒരു സിനിമയുടെ പ്രമോഷൻ ഇന്നലെ ഓഡിയോ ലോഞ്ച് ആയിരുന്നു കോഴിക്കോട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു 2 ദിവസത്തെ പരിപാടിയൊക്കെ അവിടെ ഉള്ളപ്പോഴാണ് എൻ്റെ അടുത്ത് സക്കീർക്ക് പ്രത്യേകം പറഞ്ഞിരുന്നു, ഒരു മുടക്കം പറയാൻ പാടില്ല, എന്തായാലും എത്തിയിരിക്കണം, ഞങ്ങളിത് ഫോട്ടോ ഒക്കെ വെച്ചു, അതുകൊണ്ട് ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു എനിക്കിങ്ങനെ അത്യാവശ്യമായിട്ട് എൻ്റെ നാട്ടിൽ പോകണം, അവിടെ ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു പൊക്കോളൂ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ സാഹസത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കണം, ആ സിനിമയെക്കുറിച്ച് എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു പ്രമോഷൻ ആവാം ആദ്യം തന്നെ. അപ്പം സാഹസം നിങ്ങൾ ചിലപ്പോൾ ഇവിടുത്തെ പിള്ളേരൊക്കെ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഒരു പാട്ട് ഇറങ്ങിയിരുന്നു, ഏത് മൂഡ് കേട്ടോ? ഏത് മൂഡ്? ഓണം മൂഡ്. അത്യാവശ്യം നല്ല രീതിയിൽ യൂട്യൂബിൽ പോയിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ്. ഒരുപാട് പേര് കണ്ടു, റീൽസ് വരുന്നുണ്ട് നന്നായിട്ട്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. കാണാത്തവർ കാണുക, യൂട്യൂബിൽ പോയിട്ട് അത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ. മാത്രമല്ല ഈ വെള്ളിയാഴ്ച സിനിമ റിലീസാവുകയാണ്. അപ്പോൾ സിനിമയും നിങ്ങളെല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് നടന്മാരും നടികളും ഒക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. വളരെ ഒരു ഫൺ മൂവി ആയിരിക്കും. അപ്പോൾ എല്ലാവരും പോയി കാണണം എന്ന് പറയുന്നു. പിന്നെ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പുത്തമ്പടി സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ അവിടെ ഒരു നാടകം കണ്ടതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആവുന്ന ഒരു കാര്യം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അതിന് ഷൈജോട്ടൻ അതിൻ്റെ പുറകിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രജാപതിയുടെ ദുഃഖം എന്നാണ് ആ നാടകത്തിൻ്റെ പേര്, അല്ലേ? റിന്നി ദിവാകർ എന്ന് പറയുന്ന നമ്മുടെ പുത്തമ്പടിയിൽ തന്നെ താമസിച്ചിരുന്ന ഒരു പുള്ളിയായിരുന്നു അതിൽ അഭിനയിച്ചത്, പ്രധാന വേഷത്തിൽ അഭിനയിച്ചത്. അദ്ദേഹത്തിന് അന്ന് ബെസ്റ്റ് ആക്ടറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ 6ലും പുള്ളി 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചത് ഇയാൾ വലിയൊരു നടനായി മാറുന്നതായിരുന്നു റിന്നി. പുള്ളി പക്ഷേ നടനല്ല, വലിയൊരു പ്രൊഡക്ഷൻ കൺട്രോളറായി മാറി. ഈ സിനിമ പ്രൊഡക്ഷൻ സൈഡിൽ, പ്രൊഡ്യൂസറുടെ സൈഡിൽ നിൽക്കുന്ന അത്യാവശ്യം വലിയ സിനിമകൾ, പൃഥ്വിരാജിൻ്റെ ഒക്കെ സിനിമകൾ പ്രധാനമായിട്ട് ഇപ്പോൾ റിനിയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാനൊരു സെറ്റിൽ കണ്ടപ്പോൾ ഞാൻ റിനി ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, പുള്ളിക്ക് അറിയില്ല. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, ചേട്ടൻ്റെ ഒരു നാടകം കണ്ടിട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ ഉണ്ടായത് ഈ സിനിമയിലേക്ക് വരാൻ എന്നുള്ളത് പറഞ്ഞു. സിനിമയിലേക്ക് വന്നത് എങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോഴത്തെ പുതിയ കാലഘട്ടത്തിൽ എങ്ങനെ ഒരാൾക്ക് സിനിമയിലേക്ക് വരാമോ അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് വന്നത്. ചെറിയ ഷോർട്ട് ഫിലിംസ് എടുത്തു, അത് യൂട്യൂബിൽ റിലീസ് ചെയ്തു. അങ്ങനെ നമ്മുടെ കുറെ സമാന ചിന്താഗതിയുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഷോർട്ട് ഫിലിംസ് എടുക്കുന്നു. ഇന്ന് അങ്ങനെ തന്നെയാണ് എല്ലാവരും സിനിമയിലേക്ക് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ തന്നെയാണ് അനുഭവങ്ങൾ പറയാനുള്ളൂ. ഇപ്പോൾ ഇവരൊക്കെ ട്യൂഷന് പോകാനും ഒക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു സാംസ്കാരിക പരിപാടിയുടെ ഒരു സ്വഭാവത്തിലേക്ക് ഞാനെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു ക്രൂരതയാണെന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ കുറച്ച് സിനിമാ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇത്രയും പറയാനുള്ളൂ. എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ അടുത്ത ആൾക്ക്. ചാക്കോടി അന്തിക്കാട്. ഒരു ചരിത്രപരമായിട്ടുള്ളൊരു മുഹൂർത്തം തന്നെയാണത്. ഇങ്ങനെയുള്ള ഒരു കൂടിച്ചേരൽ തൃശ്ശൂർ ജില്ലയുടെ ഒരു പ്രധാനമായിട്ടൊരു 10ഓളം സെൻറ്ററുകൾ സാധ്യമാണ്. തീർച്ചയായിട്ടും അന്തിക്കാട് നാടകം, സിനിമ, മാധ്യമം, സംഗീതമുണ്ട്. സംഗീതത്തിൽ വിജീഷ് കൃഷ്ണൻ പോലുള്ള ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. കൊടുങ്ങല്ലൂർ എടുത്താലൊരു ചരിത്രമുണ്ട്, വല്ലച്ചിറയ്ക്കൊരു ചരിത്രമുണ്ട്. വല്ലച്ചിറയിലെ നാടക, സിനിമ ആളുകൾ എന്ന് പറഞ്ഞാൽ 3 ആളുകൾ വരും. വടക്കാഞ്ചേരി എൻ മേനോൻ മുതൽ പരമൻ മുതൽ എങ്ങനെ വന്നു ഇന്ദ്രമ്മച്ചാടല്ലേ, ഒരു ഗുരുവായൂർ
പക്ഷെ പട്ടിക്കാട് മണ്ണത്തിൽ കാര്യമായിട്ടുണ്ടാവില്ല. അവിടെ ഇങ്ങനെ പറയാൻ പറ്റുന്ന കുറവാണ്. പാവർട്ടി ഗുരുവായൂർ മേഖലയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ക്രിയേറ്റീവായിട്ട് ഒരു ലൈഫിനെ നോക്കിക്കാണുന്നത് ലാഭങ്ങൾ മാത്രം നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ പ്രശസ്തി മാത്രം നോക്കിയിട്ടല്ല. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ വ്യത്യസ്തമായി സമൂഹത്തിനോട് എന്തെങ്കിലും പറയണം എന്നുള്ളത് നമ്മൾ വീട്ടിൽ സംസാരിക്കുന്നതും സ്കൂളുകളിൽ കോളേജുകളിൽ സിലബസ് പഠിക്കുന്നതിന് അപ്പുറത്തേക്ക് ലോക നാടകവേദി അല്ലെങ്കിൽ ലോക സിനിമ എന്ന് പറയുന്ന വേറൊരു വിഭാഗം തന്നെയുണ്ട്. നമ്മുടെ സിലബസിന്റെ പുറത്താണത്. വീടിന്റെ സിലബസിൽ നിന്നോ അല്ലെങ്കിൽ മതപുസ്തകങ്ങളിൽ നിന്നൊക്കെ പുറത്താണത്. ചരിത്രം മാറ്റിമറിച്ച ആളുകൾ അതൊക്കെ എന്താ തരുന്നൊരു പ്രചോദനമുണ്ട്. ഞാനൊരു എൻ്റെ തോപ്പ് സ്കൂളിലാണ് ശരിക്കും 1 മുതൽ 4 വരെ. തോപ്പ് സ്കൂളിന്റെ സെന്തവാസിന്റെ അടുത്തുള്ള സ്കൂളല്ല, അപ്പുറത്തെ സ്കൂള് മദരാശി പഴമുള്ള സ്കൂള്. അപ്പോൾ ആ മദരാശി റിയാനൊക്കെ ആയിട്ട് പോയിട്ട് തലേമ വണ്ടി ഒക്കെ 2ാം ക്ലാസ് 3ാം ക്ലാസ്സിൽ വന്ന് വീണ് പൊട്ടിയിട്ട് ഒരു പക്ഷെ അവിടെ നിന്നായിരിക്കണം പെട്ടെന്നുള്ള അമ്മയെന്നുള്ള വിളി നിലവിളി. ഒരുപക്ഷെ ആദ്യത്തെ ഡയലോഗ് അങ്ങനെയുള്ള ചില സംഭവങ്ങളിൽ നിന്നായിരിക്കണം. പിന്നെ ബൈബിളായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഈ റോമൻ കാത്തലിക്കിന്റെ ഈ യാഥാസ്ഥിക ക്രിസ്ത്യൻ ഫാമിലിയിൽ അങ്ങനെയാണല്ലോ. അപ്പൊ ഈ സ്റ്റേഡിയത്തിന്റെ 2 സ്റ്റേഡിയങ്ങളുടെ ഇടയിലുള്ള ഗ്യാപ്പ് ഭയങ്കരമാണ്. അപ്പൊ ഞങ്ങൾക്ക് എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഇതെല്ലാം ചാടിക്കിടക്കണം. എനിക്ക് താഴത്തെ സ്റ്റെപ്പിൽ കൂടെ ചാടിക്കിടക്കാൻ എളുപ്പമാണ്. 2 ഗ്യാപ്പിൽ കൂടെ ചാടിക്കിടക്കാം ഗാലറി. 2ാമത്തെ സ്റ്റെപ്പിൽ കയറി ചാടും, 3ാമത്തെ സ്റ്റെപ്പിൽ കയറി, 4ാമത്തെ സ്റ്റെപ്പ് പേടി തുടങ്ങും. കാരണം ചിലപ്പോൾ ക്യാപ്പ് കിട്ടിയില്ലേ മുട്ടിടിച്ച് വീണാൽ പണി കഴിയും. 6 സ്റ്റെപ്പ് ഉണ്ട് ടോപ്പിൽ. അപ്പൊ ടോപ്പിലേക്ക് കയറുന്നത് വല്ലാത്തൊരു ഈ ഒരു അഡ്വഞ്ചറാണ്. കാരണം ഞങ്ങൾ ചില പേര് പിൻവാങ്ങും. അപ്പൊ ഞാനൊക്കെ ടോപ്പിൽ നിന്ന് ചാടുകയും വീഴുകയും മുട്ടിടിച്ച് വീഴുകയും ഒക്കെ സംഭവിക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ അഭിനയം മനസ്സിലാക്കിയിട്ടല്ല, പക്ഷെ വളരെ ചെറുപ്പത്തിൽ വരുന്നൊരു എനർജിയാണ്. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ അമ്മയുടെ അനിയത്തി അവര് ബൈബിളിന്റെ ഈ സാത്താന്റെ ക്രിസ്തുവിന് സാത്താൻ പരീക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞ് അവരുടേതായിട്ടുള്ള രീതിയിൽ പതുക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെയല്ല ചെലുത്താന്ന് പറഞ്ഞത് ഇങ്ങനെയൊക്കെ വരണം എന്നൊക്കെ പറഞ്ഞ് ഞാനെന്തോ അങ്ങനെ ചെയ്തു പോയി. ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ വേറെ രീതിയിൽ വരണം. ഇതെങ്ങനെയോ എടുക്കുകയാണ് 3-4 പഠിക്കുമ്പോൾ. കണ്ടശാല സ്കൂളിൽ വരുമ്പോൾ സംഭവിക്കുന്നത് ക്ലാസ് റൂമിൽ കയറല് നല്ലൊരു പ്രചോദനമുള്ള വാക്കല്ല ഞാൻ പറയുന്നത്. ക്ലാസ് റൂമിൽ അധികം കയറുന്നതിന് പകരം ഫുട്ബോൾ കോർട്ടിൽ കയറും, പന്ത് കളിക്കുക. അടുത്ത വീട്ടിലെ മാങ്ങ അവര് ഓണറെ അതിലേക്ക് കൊണ്ട് എങ്ങനെ എറിഞ്ഞിട്ട് തിന്നാം, ഉപ്പൊക്കെ കഴിച്ച് പോകും. അപ്പൊ അയാൾ തെറി വിളിക്കുമ്പോൾ അയാൾക്കെതിരെ 2 പോടാപ്പില്ലേന്നൊക്കെ പറഞ്ഞ് നമ്മള് ഒരു ടീം ഇതായിട്ട് പോകുന്നു. ഇങ്ങനെ ഇരിക്കുന്ന ഒരു മൂഡ് വരുമ്പോഴാണ് ഒരു ടീം പറയുന്നത് നമുക്ക് യുവജനോത്സവത്തിന് ഒരു നാടകം. അപ്പൊ ഞാൻ 7-8 പഠിക്കുകയാണ്, 7 തോന്നുന്നു, 1973 പക്ഷിക്കൂട് എന്നാണ് നാടകത്തിന് പേര്, നല്ല ഓർമ്മയുണ്ട്. അപ്പൊ എന്റെ ഡ്യൂട്ടി എന്താ വെച്ചാല് അതില് പ്രോംപ്റ്ററാണ്, പറഞ്ഞു കൊടുക്കണം. ചേട്ടന്മാരാണ് അഭിനയിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. ഒരു പ്രൊഫസറുടെ ഡയലോഗ് ഈ പറഞ്ഞു കൊടുക്കുന്ന ആളുടെ ഗുണം വെച്ചാൽ എല്ലാ ഡയലോഗും ബൈഹാർട്ട് ചെയ്യും. അങ്ങനെ പ്രൊഫസറായിട്ട് വരുന്ന ആള് തലേദിവസം ചിക്കൻ ബോക്സ് വന്നു, പുള്ളിക്ക് അഭിനയിക്കാൻ വരില്ല, നാളെ യുവജനോത്സവ പരിപാടിയാണ്. ആര് ചെയ്യുന്നത് എന്റെ പ്രശ്നം എല്ലാ ഡയലോഗ് ബൈഹാർട്ടാ. അങ്ങനെയാണ് കോട്ടക്കിട്ട് പ്രൊഫസറുടെ വേഷം നമ്മൾ കയറി തുടങ്ങുന്നത്, പക്ഷിക്കൂട്. പിന്നെ നമ്മൾ നാടകം ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മള് എന്നും ഒരു എനർജിയുടെ ലെവലാണ് എൻ്റെ ഉള്ളിൽ. കോർഡിനേറ്റ് ചെയ്യുന്നിടത്തൊക്കെ ഇങ്ങനെയാണ്. നമ്മളിത് ആക്ടറൊന്നുമല്ല, ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ വരുമ്പോൾ പള്ളിയുടെ നാടകങ്ങൾ, പള്ളി വിഷയങ്ങൾ, ബൈബിൾ മാത്രം ചെയ്താൽ മതി, നീ വേറെന്തോ നാടകമൊക്കെ ചെയ്തല്ലോ എന്നുള്ള വീട്ടിൽ നിന്നുള്ള ഓർഡർ വരുന്നു. ഞാനത് ലംഘിക്കുന്നു. എന്നെ പിള്ളേരുടെ നാടകം, കാരണം 75-ന് ശേഷം നമ്മൾ SLC വെക്കേഷനോട് കൂടിയിട്ട് തന്നെ ചുറ്റുപാട് നാടകം ചെയ്തു കൊടുക്കുന്ന എന്നെ പിള്ള KG സെൽകുമാർ, ഇങ്ങനെയുള്ള സംഗതികളാണ് നമ്മൾ കൈവയ്ക്കുന്നത്. ബൈബിൾ നാടകം മാത്രം ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഉടനെ അവിടെ ബ്രേക്ക് ചെയ്യണം. ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ പിന്നെ പിന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ, തോറ്റ ചരിത്രമില്ലല്ലോ. അപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്താണ്, ഒരുപാട് നാടകങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. G. ശങ്കരപ്പിള്ള നാടകങ്ങൾ അന്ന് ഓടി നടന്ന നാടകം ചെയ്യുന്നൊരു പിന്നിലാണ്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ത്രില്ലിംഗ് സ്വഭാവമുണ്ട്. മാങ്ങാട്ടുകര റിക്രിയേഷൻ ക്ലബ്ബ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ടീമാണ്. എൻ്റെ വീട് മാങ്ങാട്ടുകരയാണ്. ഞാനിപ്പോൾ 38 വർഷമായിട്ട് ചേർത്ത് സെറ്റിൽഡാണ്. മാങ്ങാട്ടുകര റിക്രിയേഷൻ ക്ലബ്ബിൽ അഭിനയിക്കുന്ന ഒരു ഫുട്ബോൾ ടീമുണ്ട്. ഞാൻ ഫുട്ബോൾ ടീമിൽ ഉയർന്ന കാരണം എന്നെ ബാക്കാക്കി നിർത്തുന്നത്. പക്ഷെ നാടകത്തിനകത്ത് അതുപോലെ എന്തെങ്കിലും വില്ലൻ വേഷം ചെയ്യുന്നു. അപ്പൊ അവര് ഈ കലോത്സവം വാർഷികത്തിന് നാടകം ചെയ്യുന്നത് ഇതൊക്കെ നമുക്ക് ഇൻസ്പിറേഷൻ ആണ്. ഒരു നാട് തരുന്ന ഇൻസ്പിറേഷൻസ് ആണ്.
പിന്നെ ഇതൊക്കെ 75, 85, 90 വരെ എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൽ മിക്കവാറും എല്ലാ ഗ്രാമങ്ങളും 947 ഗ്രാമം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പഞ്ചായത്തുകളിൽ എപ്പോഴും നാടക സമിതി ഉണ്ടായിരുന്നു. ഞാൻ അന്ന് ചിന്തിക്കുക എന്താണെന്ന് വെച്ചാൽ ചെലവ് ചുരുക്കി വീട്ടുകാരെ അത്ഭുതപ്പെടുത്താനും വീട്ടുകാരുടെ ഒരു നമ്മുടെ അരുതെന്ന് പറയുന്നതിനെ ബ്രേക്ക് ചെയ്യാനും ഏറ്റവും നല്ല മാധ്യമം ഒന്ന് നാടകമാണ്. പിന്നെ വട്ടം കൂടിയുള്ള ക്ലബ്ബുകളിൽ പാട്ടുപാടില്ലാണ്, എല്ലാവർക്കും പാട്ടൊക്കെ പാടും. ഇതില്ലാത്ത ഒരു കേരളത്തിൽ ഗ്രാമമില്ല. കാരണം ഇത് എന്തിനാ വെച്ചാൽ വീട്ടിൽ ചെന്നതിന് കുട്ടനെ അച്ചടക്കം പഠിക്കുക, മറ്റത് ബൈബിള് അല്ലെങ്കിൽ മറ്റേ ഹിന്ദു വിശ്വാസങ്ങൾ ഇങ്ങനെ അതിനെ ബ്രേക്ക് ചെയ്ത് വരണമെങ്കിൽ ഈ ഒരു സംഭവമാണ് റബൽ ആയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ നമ്മളൊരു സ്പിരിറ്റ് നമ്മുടെ അകത്ത് വരും. പിന്നെ ഇതിലേക്ക് കയറി നമ്മൾ കാല് വെക്കുന്നതോടുകൂടി ഒരു വൈദ്യുത പ്രശ്നമാണ്. ഈ ഹൈറ്റും ഈ ലെവലും തമ്മിൽ വലിയ വിഷയം. നമ്മളിവിടെ കയറി കഴിഞ്ഞ് രാജാക്കന്മാരായി മാറും. കാരണം ഇപ്പൊ ഇരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ശരിപ്പെടുത്തി തരാൻ മുമ്പോട്ട് വരും, തെരുവ് നാടകം കളിക്കുന്നു. പിന്നെ അങ്ങനെ പോവാണ്. അന്തിക്കാട് എന്ന് പറയുന്ന സമരചരിത്രമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഷൂട്ടിങ്, അത് ഡോക്യുമെന്ററിയുടെ ഒരു വലിയ പരിപാടി 86 ഞാൻ പ്രകാശ് മേനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് പിന്നെ വരുന്നത്. നാടകം ചെയ്തുകൊണ്ടേയിരിക്കും ക്യാമ്പസുകളിൽ. ഷൈറ്റൊക്കെ വരുമ്പോൾ ശ്രീജ ടീച്ചർ ജൂലിയസ് ഫീച്ചിക്കിന്റെ കൊലമരത്തിൽ നിന്നുള്ള കുറിപ്പുകൾ യൂണിവേഴ്സിറ്റിക്ക് പ്രൈസ് മേടിച്ചാണ്. അതിനകത്ത് വിപ്ലവഗാനം പാടുന്നതായിരിക്കും നിങ്ങളുടെ പുറകിലിരിക്കുന്നത് ശ്രീജ ടീച്ചറാണ് പാടുന്നത്. ഷൈജു അവിടെ പഠിക്കാൻ വരുമ്പോൾ വെറുതെ പറഞ്ഞല്ല, കാരണം കേരള സെന്റ് തോമസ് അഗ്രി യൂണിവേഴ്സിറ്റിക്ക് എന്റെ സ്ഥിര തട്ടാങ്ങളാണ്. കാരണം ഒരു സത്യം പറഞ്ഞുതരാം, 10 പൈസ ഇല്ല പരിപ്പോടി ചായ കൊടുത്താൽ മനോഹരമായിട്ട് നാടകം ചെയ്ത് പ്രൈസ് മേടിച്ചു കൊടുക്കുന്ന ഒരു സംവിധായകൻ ആരാണ്? ചാക്കോടെത്തിക്കാട്. ആളെ വിളിക്കൂ, സഞ്ജയ് നോക്കി ഒരു 10 പൈസ മേടിക്കില്ല. നിഷ്കാമ കർമ്മയാണ്. കാരണം നാടകം ചെയ്ത് ഇവിടെ സോഷ്യലിസ്റ്റ് വിപ്ലവം, ഇവിടെ റഷ്യ ചൈന പോലെ ഭയങ്കര വിപ്ലവം നടക്കും. കാരണം ഗ്രാമങ്ങളിൽ 1000 പഞ്ചായത്തുകളിൽ നാടകം ഉണ്ടായി കഴിഞ്ഞാൽ വരവൊന്ന് മാറ്റുവാണ്. പിന്നെ നമ്മളിവിടെ കേൾക്കത്തില്ല, കേക്ക് വിപ്ലവം ഉണ്ടാക്കി അവരുണ്ടാക്കി. പൈസ ചോദിക്കരുത്, സാമൂഹ്യ പ്രവർത്തനല്ലേ, കാശ് ചോദിക്കാതെ നാടകം ചെയ്യാൻ കിട്ടുന്നു. അത് നല്ല എനർജറ്റിക് ആയിട്ട് അയാളെ എവിടെന്നെങ്കിലൊക്കെ സഞ്ചി തൂക്കി വന്നോളൂ. ഇങ്ങനെ ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്. പിന്നെ എനിക്ക് ശേഷം കൃത്യം ബഡ്ജറ്റ് പറഞ്ഞിട്ട് എനിക്ക് കാലം മാറി. 2000 ശേഷം കൃത്യം ബഡ്ജറ്റ് പറഞ്ഞിട്ടാണ് ഞാനപ്പോൾ ചെയ്തുകൊണ്ടേയിരുന്നു. 200 നാടകങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഡോക്യുമെന്ററിയിലേക്കാണ് ഞാൻ. എനിക്ക് സിനിമ എന്ന് പറയുമ്പോൾ എവിടെയോ നമ്മളെ പോലെ അറിഞ്ഞു നടക്കുന്ന ഒരാളും അതൊരു പ്രൊഡ്യൂസറും മുമ്പിൽ അച്ചടക്കത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുക, സാറിനെ കുടിക്കുക. എനിക്ക് പണ്ടേ ഞാൻ അതുകൊണ്ടാണല്ലോ ക്ലാസ് റൂമിൽ അധികം കയറാതിരുന്നത്. സെന്റ് തോമസ് കോളേജിൽ ഞാൻ 3 വർഷം പഠിക്കുമ്പോൾ യൂണിയന്റെ ഓഫീസിൽ വന്നിരിക്കും. അവർ ഭക്ഷണം തിരികെ കഴിക്കും, കലോത്സവം നാടകം ചെയ്യും, മോണൽ യൂണിവേഴ്സിറ്റി പോകുന്നു, ഫാൻസി ഡ്രസ്. അന്നും തെരുവിലെ തെണ്ടി, ഈ എച്ചിൽ നിന്നും തെണ്ടിയുടെ സംഗതിയാണ് ഞാൻ ഫാൻസി ഡ്രസ് മേടിക്കും, യൂണിവേഴ്സിറ്റി പ്രൈസ് മേടിക്കും. 38 ഒറിജിനൽ വേണം എനിക്ക് വാശി ചെയ്യുന്നത്. 77-80 ഡിഗ്രിക്ക് പഠിക്കണം, 38 ഒറിജിനൽ വേണം. അപ്പൊ യൂണിയന്റെ ആൾക്കാർ പൊക്കാൻ ഡീസോൺ നടക്കുന്നു സെന്റ് തോമസ് കോളേജ്, അവിടെ പൊക്കി അതിലെ എച്ചിലൊക്കെ കൊണ്ടുവന്നിട്ട് അത് കഴിഞ്ഞ് അവിടെ കൊണ്ടുവയ്ക്കുന്നത്. കോഴിക്കോട് രാത്രി പോലീസിന് കണ്ടുവേണ്ടി നിന്ന് 38 ഒറിജിനൽ പോകും. ഈ പെൻഡിയായിട്ട് ആക്ട് ചെയ്യുന്നു. നമ്മൾ രാത്രിക്ക് തന്നെ സ്കൂട്ടറും സംഘടിപ്പിച്ചത് കൊണ്ടുപോയി. അപ്പൊ ഇങ്ങനെ ഒരു സ്പിരിറ്റ് നമുക്ക് ഉണ്ടാവുന്ന കാരണം അധികം നമുക്ക് പ്രൊഡ്യൂസർമാരുടെ മുമ്പിൽ അധികം ഇരിക്കാൻ ഒരു മടി, അങ്ങനെയൊക്കെയാണത്. പക്ഷെ ഡോക്യുമെന്ററി എൻ്റെ ഒരു പ്രധാന മേഖലയാണ്. അത് ബയോഗ്രഫിക്കൽ ഡോക്യുമെന്ററി എന്നുള്ളത്. ഇവിടെ നമുക്ക് എനിക്ക് അഭിമാനിക്കാവുന്ന അന്തിക്കാട് തൊഴിലാളി സമരം ഡോക്യുമെന്ററി ചെയ്തില്ലെങ്കിലും സഖാവ് നാരായണേട്ടൻ്റെ ഡോക്യുമെന്ററി, ഇവിടെ BA നാരായണേട്ടൻ്റെ ഡോക്യുമെന്ററി ഞാൻ മർദ്ദകരെ നിങ്ങൾ ജയിക്കില്ല 2017 1 മണിക്കൂർ ശിവസനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പ്രൊഫസർ അരവിന്ദാക്ഷൻ, PM ആന്റണി, ആറാം തിരുവനന്തപുരം ബയോഗ്രഫിക്കൽ ഡോക്യുമെന്ററി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പാഷനായിരുന്നു. കാരണം അടയാളപ്പെടുത്തി പോകണം, ജീവിച്ചിരിക്കുമ്പോഴേ അവരെ അടയാളപ്പെടുത്തി പോകണം. പക്ഷെ നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ, ഏറ്റവും നല്ല സിനിമ ചെയ്യുന്ന ഒരു പ്രിയനന്ദനും ഷൈജു നാടകം ഒക്കെ ചെയ്യുന്ന ഒരു വലിയൊരു വലയുണ്ട്. അപ്പോൾ ഒരിക്കലും ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് യാഥാസ്ഥികമായ കുടുംബ ബന്ധങ്ങളെ അപ്പുറത്തേക്ക് നിങ്ങളുടെ അകത്തുള്ള ക്രിയേറ്റിവിറ്റി ബ്രേക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു അതാണ് നാളെ അടയാളപ്പെടുത്തുന്നത്, ചരിത്രമായിട്ട് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഇങ്ങനെ ഓരോ തലത്തിൽ ബ്രേക്ക് ചെയ്ത് ഒഴുക്കിനെതിരെ നീന്തി മുന്നോട്ട് പോയവരാണ്. സിനിമ ചെയ്ത് കടം വന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കടം വരിക എന്നുള്ള അല്ലാത്ത പുതിയ തലമുറയിൽ നിന്ന് കടം വരാത്ത രീതിയിൽ നല്ല സിനിമകളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇതൊരു ചരിത്ര രേഖയാണ്. തീർച്ചയായിട്ടും നമ്മുടെ പുതിയ തലമുറ നമുക്ക് ഇഷ്ടമുള്ള മീഡിയ ഏതാണ്? പെയിന്റിംഗ് ആണ് പെയിന്റിംഗ്, പാട്ടാണെങ്കിൽ പാട്ട്, നാടകമാണെങ്കിൽ നാടകം. നാടകം എന്ന് പറയുന്നത് 650 കോടി മനുഷ്യരും പ്രശ്നബാധിതമായി ജീവിക്കുന്നിടത്തോളം അതിജീവനത്തിന്റെ കലയാണ്, സമരത്തിന്റെ കലയാണ്. അതിനെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ല. അതായത്
പട്ടിക്കാട് മണ്ണുത്തി നാടകമില്ലെങ്കിലും വടക്കാഞ്ചേരി തൃശ്ശൂരും അന്തിക്കാടും ഒക്കെ നാടകമുണ്ട്. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇപ്പൊ വെയിരാജാവി പോലുള്ള ഒരു 5-6 ലക്ഷം ചിലവാക്കിക്കൊണ്ട് മനോഹരമായ ഒരു നാടകമുണ്ട്. അത് സംഭവിക്കും എന്നുള്ളതാണ്. ആ സംഭവിക്കുന്നതിലേക്ക് ഇത്തരം ചർച്ചകൾ, സെമിനാറുകൾ ഗുണം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. എൻ്റെതായിട്ടുള്ള പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പിജാരണിയെ കുറിച്ചുള്ള ജീവചരിത്ര രചന വലിയ പുസ്തകമാണ്. പിജാരണി 420 പേജുള്ള പുസ്തകങ്ങൾ. അപ്പോൾ നാടക സംബന്ധമായ 7ഓളം പുസ്തകങ്ങളുണ്ട്, കവിതകളുണ്ട്, ഡോക്യുമെന്ററി ഉണ്ട്, ഷോർട്ട് ഫിലിം ഉണ്ട്. എൻ്റെ മകനിരിക്കുന്നുണ്ട്, കമ്പോസറാണ്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി അങ്ങനെ തന്നെയാണ്. വൈഫിൻ്റെ ഒക്കെ പൂർണ്ണമായ സപ്പോർട്ടുണ്ട്. കഴിഞ്ഞ ഈ പറഞ്ഞ 90 മുതൽ 35 കൊല്ലം ഒരുമിച്ചാണ് ഇവരൊക്കെ. ഷൈജു എൻ്റെ ഒരു പ്ലേ ചെയ്തിട്ടുണ്ട് ഇവിടെ, ലാവട്ടത്തിൻ്റെ പേരിൽ ചെയ്തു. സംഗീത അക്കാദമിയുടെ രചന എനിക്ക് അവാർഡുകൾ കരുതുന്ന നാടകമാണ് അച്ഛൻ. 2003 ഷൈജു അന്തിക്കാടുണ്ട്. ഈ നേരത്തെ പറഞ്ഞ എല്ലാവരും അതിനകത്തുണ്ട്. JP അടക്കം വലിയൊരു ടീമായിരുന്നു. നിഷാക്കളും ലാവട്ടം ചേർന്ന്. അപ്പോൾ അക്കാഡമിയിൽ അതിൻ്റെ നല്ല അവതരണമാണ് നടന്നത്. പക്ഷെ അത് അവതരണത്തിന്റെ പ്രൈസിന് പകരം രചനയ്ക്കാണ് നമുക്ക് അവാർഡ്. അപ്പോൾ ഷൈജിനൊക്കെ ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട്. അത്രയും നമ്മൾ ചേർപ്പിൽ വാടകയ്ക്ക് വീട്ടിലേക്ക് താമസിക്കുമ്പോൾ ഒരു വണ്ടി എടുത്ത് വന്നിട്ട് നാളെ കൊടുക്കണം